അസ്സലാമു അലൈക്കും. ഹുബ്ബുൽ ഔലിയ എന്ന ഈ മജ്ലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മജ്ലിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഫാത്തിഹ കൊടുക്കുകയും അവരെ തപസ്സാക്കി ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഔലിയാക്കന്മാരെ സ്നേഹിക്കുക, അവർക്ക് ഫാത്തിഹ കൊടുക്കുക എന്നതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇന്നലെ ഞാൻ മുജാഹിദീങ്ങൾക്കെതിരെ ദുആ ചെയ്യുകയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പലവരും ചോദിച്ചു, എന്തിനാണ് ഈ മുജാഹിദിനെങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? അവർക്ക് എന്താ കുഴപ്പം? അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇന്നത്തെ ലൈവ് സുന്നികളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളും മറ്റു സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങളും നല്ലവരായ സുന്നികളും അവർ ചെയ്യുന്ന ഇബാദത്തും മുജാഹിദീങ്ങൾ ചെയ്യുന്ന ഇബാദത്തും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് ഒരു ചെറിയ പരിശോധിക്കുമ്പോൾ പലവർക്കും അങ്ങനെയുണ്ടോ എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് നാട്ടിലുള്ള മുജാഹിദീസം അറിയുന്നവരോട് അത് ചോദിക്കണം, അങ്ങനെ ഉണ്ടോ, എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിനെ 73 വിഭാഗമാക്കുകയും 72 നരകത്തിലാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് മാത്രമേ സ്വർഗത്തിലുള്ളൂ, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അപ്പോൾ നിങ്ങൾ സമസ്തക്കാരാണ്, സമസ്തക്കാരായി പിടിക്കുന്ന ആശയാദർശമാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അത് സമസ്തയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ആദർശത്തിൽ നിൽക്കുന്നവരൊക്കെ സ്വർഗത്തിലാണ്. അത് കേരള ആയാലും തമിഴ്നാടായാലും ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയിലായാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വനബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ അവരുടെ മാർഗം പിന്തുടരുന്നവർ സ്വർഗത്തിലാണ്, സംശയിക്കേണ്ട. ഇതിലൊരു വിശ്വാസമൊന്നും കാരണമില്ല. നിങ്ങൾ നോക്കി, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, ഖാദിയാനി, ഒരുപാട് ഖളത്തരീഖത്ത്, ഇങ്ങനെ ഒരുപാട് സംഘടന ഉണ്ട്. ഈ സംഘടന ഒക്കെ എന്തിനാ? സുന്നികളല്ലാത്തവരും കൂടി ഒന്നായാൽ പോരെ. പക്ഷെ അവർ പലതും പല സംഘടനയാകുന്നതിനാ സുന്നികളെ എതിർക്കാൻ. ഇവരൊക്കെ സുന്നികളെ എതിർക്കുന്നു, സുന്നികൾ ഇവരൊക്കെ എതിർക്കുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ സത്യേതാണെന്ന്. ജമാഅത്ത് എതിർക്കുന്നു, തബ്ലീഗ് എതിർക്കുന്നു, മുജാഹിദ് എതിർക്കുന്നു, മുജാഹിദിൻ്റെ മറ്റെല്ലാ ഘടകങ്ങളും എതിർക്കുന്നു. ഇവരൊക്കെ ആരെതിർക്കുന്നു? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം ഉള്ള ആലിമീങ്ങൾ എതിർക്കുന്നു. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് യഥാർത്ഥ ദീൻ എന്ന് നിങ്ങൾക്കൊരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ പറയാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ സുബ്ഹി നിസ്കരിച്ചു അല്ലേ? സുബ്ഹി നിസ്കരിക്കുമ്പോൾ ആദ്യമായി പള്ളിയിലേക്ക് പോകുന്നവരൊക്കെ വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അത് മുജാഹിദും സുന്നികളൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ. സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ പോയി 2 റക്അത്ത് അങ്ങനെ സുബ്ഹി നിസ്കരിക്കുന്നു. അപ്പോൾ മുജാഹിദീങ്ങൾ ഒതുകൊടുത്താൽ എന്താ ഉണ്ടാവുക എന്നതിലേക്ക്? മുജാഹിദ് ഒതുകൊടുത്ത് പുറത്തിറങ്ങി, എന്നാൽ ഞാൻ പള്ളിക്ക് പോയി വരട്ടെ അറിഞ്ഞിട്ട് പെണ്ണുങ്ങളെ കൈ പിടിച്ച് അസ്സലാമു അലൈക്കും. സുന്നികൾ ഭാര്യയുടെ കൈയല്ല, ശരീരത്തിൽ എവിടെ തൊട്ടാലും ഒതുമുറി. മുജാഹിദീങ്ങൾക്കോ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയില്ല. നമ്പർ 1. അങ്ങനെയാണ് അവർ പള്ളിക്കേക്ക് വരുന്നത്. പള്ളിക്കേക്ക് വന്നാൽ നമ്മളെന്ത് ചെയ്യണം? ഇമാമും ജമാഅത്തൊക്കെ തുടങ്ങിയ ഫർളാക്കപ്പെട്ട സുബ്ഹി നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടി അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹു അക്ബർ പറയണം. മുജാഹിദ് കുടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ സുബ്ഹി നിസ്കരിക്കാൻ വരുന്നത് അതന്നെ നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് അല്ലേ? നിയ്യത്തില്ലാത്ത ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല.
അപ്പോൾ ഓല സുബഹിക്ക് നിയ്യത്തില്ല, ഭാര്യയെ തൊട്ട് കൈ കൊടുത്തിട്ടാണ് വരുന്നത്, ഒന്നും ഇല്ല. നമ്മുടെ ആദർശപ്രകാരമില്ല, അവരെ ആദർശപ്പറ്റി നമ്മൾ സംസാരമില്ല, അതിനെപ്പറ്റി നമ്മൾ ചർച്ചയില്ല. എന്താണ് മുജാഹിദും എന്താണ് സുന്നിയും എന്നുള്ളതിൻ്റെ വ്യത്യസ്തത കാണിക്കുക എന്നതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് അവർ ന്യായങ്ങൾ വലുതും പറയും, അതല്ല നമ്മുടെ പ്രശ്നം. അവർ ന്യായം പറയുമല്ലോ, അതാണല്ലോ ഒരാദർശം. അവർക്ക് അവരുടേതായ ദീനിൻ്റെ പ്രവർത്തനം നടത്താൻ അവർക്ക് ഇടയില്ല. അവർക്ക് സുന്നികളെ കുഫ്രാക്കുക, കാഫിറാക്കുക, ഇതാണോ അല്ല ആകെപ്പണി. അല്ല ദീനിൻ്റെ പ്രവർത്തനം ഒന്നും ഒലത്തില്ല. എവിടെ എടുത്ത് നോക്കൊണ്ട് മുജാഹിദ് എവിടെ പ്രഭാഷണം നടത്തുമ്പോൾ നോക്കൊണ്ട് അവിടെ സുന്നികൾ എതിർക്കാൻ വേണ്ടി മാത്രമേ അവർ ഉപയോഗപ്പെടുത്തുള്ളൂ, അല്ലാതെ ദീന് എവിടെയും പറയലില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ സുബഹിൻ്റെ നിസ്കാരത്തിൽ കൈകെട്ടലിന് നിയ്യത്തില്ല. പിന്നെ വജ്ജഹത്ത് ഓതുക. നമ്മളൊക്കെ പറയുന്നത് പടച്ചോണം മുശ്രിക്കാക്കല്ലേ, വജ്ജഹത്ത് വജ്ഹിയലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ മാ അന മിനൽ മുശ്രിക്കീൻ. ഞങ്ങൾ നീ മുശ്രിക്കീങ്ങളിൽ പെടുത്തല്ല പടച്ചോനെ, ഞങ്ങൾ നിൻ്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ നിസ്കാരം, ഞങ്ങളുടെ സൽക്രമം, ഞങ്ങളുടെ എല്ലാം റബ്ബായി നിൽക്കാണ് എന്ന് നമ്മളെന്ത് ചെയ്യും? സുന്നികൾ പറയും. ഓര് പറയുന്നത് എന്താണ്? നമ്മളൊന്നും ആരല്ല, അള്ളാഹ്ക്കല്ല ഈ ഭാഗത്ത് എടുക്കുന്നത്, മറ്റേ അവലാക്കന്മാർക്കാണ് ഈ ഭാഗത്ത് എടുക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? സുബഹിക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹു ചെയ്ത മുഖം നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു, ഞങ്ങളത് മുശ്രിക്കാക്കല്ലേ, ഞങ്ങളത് നല്ല സാലിഹ്യങ്ങൾ പെടുത്തണേ, അങ്ങനെ തുറന്നിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ അങ്ങനത്തെ ഒരു കൂനൂത്തില്ല ഒലിക്ക്, അല്ല അങ്ങനത്തെ ഒരു പിന്നെ വജ്ജഹത്തുമില്ല എന്നാണ് എൻ്റെ അറിവ്. ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്ത് കാട്ടെ. അങ്ങനെ നമ്മൾ നിസ്കരിച്ച് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 2ാമത്തെ റക്അത്ത് കൂനൂത്തോതും. മുസ്ലിമീങ്ങളായ മുഴുവൻ മനുഷ്യരും കൂനൂത്തോതും. ഇവരെന്താ ചെയ്യുക? ഇവർ കൈ താത്തിയിട്ടിട്ട് അവിടെ അങ്ങനെ നിൽക്കും, അല്ലേ? അതല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ കൂനൂത്തോതുന്നു, അവർ കൂനൂത്തോതുന്നില്ല. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മൾ ഖത്തീബ് സലാം പറ്റി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറ്റിയേ. സലാം പറ്റിയിട്ടോ ഇവർ ഇറങ്ങി നടന്ന് ഒരു ദുആക്കുന്ന നമ്മളെന്ത് വരുന്നത്? അള്ളാഹുവിനോട് കൂട്ടമായിട്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉസ്താദ് ദുആ ചെയ്യും. മുഅ്മിനീങ്ങളെ നമ്മൾ ആമീൻ റബ്ബേ നീ സ്വീകരിക്കണേ എന്ന് പറയും. മറ്റവരോ ഇറങ്ങി നടക്കും. അപ്പം ഒരു നിസ്കാരത്തിൽ ഇത്രയും വ്യത്യാസം. ഇനിയോ അത് സാധാരണ നിസ്കാരം. ഇനി ജുമാ, നമ്മളൊക്കെ ജുമാക്ക് നേരത്തെ കാലത്തെ പോകും. ഒട്ടകത്തിൻ്റെ കൂലി, അങ്ങനെ പല കൂലികളും കിട്ടുമെന്ന് നിയ്യത്തോടു കൂടി നമ്മൾ പോണ്. അങ്ങനെ വലത് സൈഡിൽ വള്ളിക്ക് പോയിരുന്ന അൽ ഖൗഫ് സൂറത്തോതും, സ്വലാത്ത് ചൊല്ലും, ദിക്ർ ചൊല്ലും, ഖുർആനോതും, നമ്മളെല്ലാം മനസ്സ് നിറയെ ദുആ ചെയ്യും, അല്ലേ? ഓല് നേരെ പള്ളിക്കൽക്ക് എൻ്റെ പെണ്ണിനെയും കൂട്ടി ഒരു മുജാഹിദ് പള്ളിക്കൊക്കെ പോകും. അപ്പോൾ നമ്മളെ പള്ളിക്കൊക്കെ വന്നോ? സുന്നി മഹലിലുള്ള അവൻ നമ്മുടെ മഹലിലേക്ക് വന്നോ? ജുമാക്ക് ഇല്ല. എവിടേക്ക് പോയി? മുജാഹിദിൻ്റെ പള്ളിയിലേക്ക് ആരും കൂട്ടിപ്പോയി? ഭാര്യയും കൂട്ടിപ്പോയി. നമ്മൾ നല്ല അറബിയിൽ കുത്തുപോകുന്നു, ഓൽക്ക് പിടിക്കണില്ല. അറബി എന്താണ്? ഓൽക്ക് തിരിയുന്നില്ല. അത്ര നിങ്ങളിപ്പോൾ ഹജ്ജിന് കണ്ടില്ലേ മക്കത്തെ ഇമാമ് പ്രഭാഷണം നടത്തുന്നത്? അവിടെ ഏതെല്ലാം നാട്ടിലെ ജനങ്ങളുണ്ട്? വെറും കേരളക്കാർ മാത്രമേ ഉള്ളൂ? വെറും മുജാഹിദർ മാത്രമേ ഉള്ളൂ? ആണോ? ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ആ ഹജ്ജിന് പ്രഭാഷണം നടത്തിയ അവിടുത്തെ ഇമാമ് അറബിയിൽ കുത്തുബോധി. ലോകത്തുള്ള പല ഭാഷക്കാരും അത് കേട്ട്, ഇല്ലേ? ഇവരേത് ഭാഷയിലാണ് അവിടെ കുത്തുബ പരിഭാഷപ്പെടുത്താൻ പറയാഞ്ഞെന്തേ? എടോ ഞങ്ങൾക്ക് മനസ്സാവുന്ന ഭാഷയിൽ പറയുന്നു പറഞ്ഞോ? കേരളത്തിലെ മുജാഹിദുകാരൻ മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞോ? ബോംബെയിലെ മുജാഹിദുകാരൻ ഹിന്ദിയിൽ വേണമെന്ന് പറഞ്ഞോ? അമേരിക്കൻ്റെ മുജാഹിദുകാരൻ ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ കുത്തുബ പരിഭാഷപ്പെടുത്തുന്ന പരിപാടി മുജാഹിദിൻ്റെ അടുത്തേ ഉള്ളൂ. പൂർവികരായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹും അതിൻ്റെ മുൻഗാമികളും മുത്തു റസൂലുള്ള ഒരുപാട് സ്വഹാബാക്കൾ പല രാജ്യങ്ങളിലേക്കും അയച്ച അവരാരും കുത്തുബ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ഇനി കുത്തുബ എന്നുള്ളത് പ്രസംഗമാണെങ്കിൽ, ജുമാ എന്നുള്ളത് സമ്മേളനമാണെങ്കിൽ അതാണ് അവരുടെ ന്യായം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, കുത്തുബ ഓതണമെങ്കിൽ വുളൂ വേണം. പ്രസംഗിക്കാൻ വുളൂ വേണോ? കുത്തുബ ഓതണമെങ്കിൽ കിബിലേക്ക് നേരെ ഓപ്പോസിറ്റ് നിൽക്കണം. സാധാരണ പ്രസംഗത്തിന് വേണോ? ഔറത്ത് മറക്കണം, വുളൂ വേണം, പല കാര്യങ്ങളും വേണം. 2 കുത്തുബയുടെ ഇടയിൽ ഇരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒക്കെ വിശദീകരിക്കാം.
അതൊക്കെ കൂടുമ്പോഴേ കുത്തുബയുള്ളൂ. കുത്തുബ ജുമാക്ക് 2 റക്അത്ത് നിസ്കാരം, 2 റക്അത്ത് നിസ്കാരത്തിന് ബദിലും ആകുന്നു. ഇത് ഒരു വലിയ ഇൽമുള്ളവനായിട്ടൊന്നല്ല, വിവരമുള്ളവരോട് ചോദിക്കുക. എന്തായാലും കുത്തുബ പരിഭാഷപ്പെടുത്തുന്ന പരിപാടി പൂർവികരായ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മുജാഹിദുകാരനും പെണ്ണും എവിടേക്ക് പോകുന്നു? മുജാഹിദ് പള്ളിയിലേക്ക് പോകുന്നു. വ്യത്യാസം കണ്ടങ്ങൾ. ഇനി നമ്മളെ പെരുന്നാൾ ഇപ്പോൾ കഴിഞ്ഞില്ലേ, നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കുത്തുബ നിർവഹിച്ച് പെരുന്നാൾ സ്കെച്ച് എല്ലാവരും ഷാഫാത്ത് ചെയ്ത് അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് പോയി നമ്മുടെ മരിച്ചു പോയിട്ടുള്ള ഉമ്മമാരും ഉപ്പമാരും ജ്യേഷ്ഠന്മാരും പലവരും ഖബറിലുണ്ട്. അവിടെ ചെന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞ് ഒരു ഫാത്തിഹ ഓതി, റബ്ബേ ഈ ഫാത്തിഹൻ്റെ പ്രതിഫലം ഖബറിൽ കിടക്കുന്ന എൻ്റെ ഉമ്മാക്ക് നീ നൽകണേ എന്ന് പറയുന്നു സുന്നികൾ. മുജാഹിദോ, മുജാഹിദിൻ്റെ വാപ്പ മരിച്ച ഖബറിലൊന്ന് പോയി നോക്കിയേ, പൊന്ത പിടിച്ചിട്ടുണ്ട്. ഏതാണ് വാപ്പാടെ ഖബർ എന്നറിയില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരൊറ്റ മുജാഹിദിനും സ്വന്തം വാപ്പാടെ ഖബറിലും പോയിട്ടില്ല. ഈ പ്രാവശ്യത്തെ കൂടല്ലൂർ പള്ളിൻ്റെ ഖബർസാനിൽ ഞാൻ നോക്കി, ഒരു മുജാഹിദുകാരനും അവൻ്റെ വാപ്പയുടെയോ വാപ്പാടെ വാപ്പയുടെയോ ഖബറിൽ ചെന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞിട്ടില്ല. സങ്കടമല്ലേ, സങ്കടമല്ലേ? വളർത്തിയുണ്ടാക്കി വലുതാക്കി ഒരുപാട് ഉയർച്ചയിലേക്ക് ഉയർന്നു പോയി. വാപ്പ മരിച്ചപ്പോൾ വാപ്പ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി വാപ്പാക്ക്, ഇൻ്റെയൊന്നും കിട്ടൂല, ഞാനൊന്നും കൊടുക്കൂല എന്ന് പറയുന്ന മുജാഹിദാണ്. അപ്പോൾ ജുമാക്ക് മുമ്പ് അവരൊക്കെ മുജാഹിദ് പള്ളിയിലേക്ക് പോകും. സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ? വലിയ പെരുന്നാൾ അവർ മൈതാനത്തേക്കാണ് പോവുക. നമ്മളൊക്കെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അവരൊക്കെ മൈതാനത്ത് പോയിട്ടാണ് നിസ്കരിക്കുക. നമ്മളെ മഹല്ലിനോട് അവരൊട്ടും സഹകരിക്കുകയില്ല, ജുമാക്ക് പങ്കെടുക്കുകയില്ല. ഇനി റമളാനങ്ങ് വന്നാലോ നമ്മളൊക്കെ 8 റക്അത്ത് നിസ്കരിക്കുമോ? ഇല്ല കേട്ടോ, ഇല്ല കേട്ടോ. 20 റക്അത്ത് തറാവി നിസ്കരിക്കുമ്പോൾ 8 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങിപ്പോകുന്നവരാണ് മുജാഹിദ്. സുന്നികൾ 20 റക്അത്ത് നിസ്കരിക്കും. ആർക്കാണ് ഇബാദത്തുള്ളതെന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പൂർവികരായ ആലിമീങ്ങൾ, പൂർവികരായ സലഫുസ്സാലിഹീങ്ങൾ കാട്ടിത്തന്ന മാതൃക നമ്മുടെ വാപ്പയും വാപ്പാടെ വാപ്പയും വാപ്പാടെ 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 വാപ്പയും ഒക്കെ 20 റക്അത്ത് തറാവി നിസ്കരിച്ച പള്ളിയിൽ ഒരു ചെക്കനങ്ങ് ദുബായിൽ പോയി അറബിൻ്റെ വീട്ടിൽ പണിയെടുത്ത് ആ സ്കൂളിൽ ജോലി ചെയ്തപ്പോൾ അതൊരു മുജാഹിദിൻ്റെ സ്കൂളായിപ്പോയി എന്ന കാരണം കൊണ്ട് അവൻ മുജാഹിദായി നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ കുടുംബത്തിൽ മുഴുവനും പാരയായിപ്പോയി. നിങ്ങൾ കേൾക്കണോ? ഒരു മുജാഹിദുകാരൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചു പോയാൽ അവിടെയുള്ള ബാക്കിയുള്ളവനൊക്കെ 90% സുന്നികളാണ്. അവരൊക്കെ ഖുർആനോതും മയ്യത്തിന് വേണ്ടി, ഫാത്തിഹ ഓതും മയ്യത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കും, മയ്യത്തിന് വേണ്ടി സദഖ കൊടുക്കും, മയ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന മുഴുവൻ സൽക്രമങ്ങളും ഒരു കുടുംബം മുഴുവനും ചെയ്യുമ്പോൾ അവിടെ ഒറ്റ മുജാഹിദുകാരനെ ഉള്ളുവെങ്കിൽ അതൊക്കെ അവൻ തടുക്കും കേട്ടോ. ആ പ്രവർത്തനം നടത്താൻ അവൻ സമ്മതിക്കില്ല. അപ്പം മുജാഹിദും അഹ്ലുസുന്നത്തി വൽ ജമാഅയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു പോയാൽ ആ മരിച്ചവനൊരു ഫാത്തിഹ പോലും ഓതാനയക്കില്ലവൻ. ഇങ്ങനത്തെ ഒരു കൗമിനെന്തിനാണ് നിങ്ങൾ മെമ്പറായി? റബ്ബേ, നാട്ടിൽ നിന്നവരെ ഷെറിൽ നിന്ന് ഈ മഹല്ലിനെ നീ കാക്കണേ അല്ലാ. ഇനിയും ഒരുപാട് വ്യത്യാസങ്ങൾ പറയാറുണ്ട്. അല്ലാ, ഞാൻ ഒരു കുട്ടിയുടെ മുജാഹിദിൻ്റെ അനുജൻ്റെ കുട്ടിയുടെ നിക്കാഹ് നടക്കുന്ന സദസ്സിൽ ഞാനുണ്ട്. മുഴുവൻ മുഅ്മിനീങ്ങളും ഉസ്താദ് ദുആ ചെയ്തപ്പോൾ ദുആ ചെയ്യുകയാണ്. ഈ കുട്ടിൻ്റെ ഉപ്പാടെ ചങ്ങായ ഒരു മുജാഹിദുകാരൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. അവനൊരു ആമീൻ പോലും പറയുന്നില്ല. നിക്കാഹ് ചെയ്ത് കുടുംബം സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി ഖിയാമത്ത് നാൾ വരെ പരമ്പര
ഉണ്ടാകണേ അല്ലാ എന്ന് ഖതീബങ്ങ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞാൽ എന്താ? അവനൊരു ആമീൻ പറയുന്നില്ല. ഇത്തരം മുജാഹിദുകൾ ഈ നാട്ടിലുണ്ടായിട്ട് അവർ മഹല്ലിൽ കയറിക്കൂടി ജനറൽ ബോഡി വരുമ്പോൾ അവൻ ജനറൽ ബോഡിയിൽ കയറിക്കൂടിയിട്ട് മെമ്പറാകാൻ ശ്രമിക്കുമ്പോൾ നല്ലവരിൽ നല്ലവരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കളെ അവൻ നമ്മുടെ മഹല്ലിൽ കയറിക്കൂടിയാൽ, നമ്മുടെ മഹല്ലിൽ ഹദ്ദാദ് നടക്കുന്ന മഹല്ലാണ്, ആ മഹല്ലിൽ ഹദ്ദാദ് നടക്കുമ്പോൾ അവൻ അതിനെ എതിർക്കും കേട്ടോ. അവൻ മഹല്ലിൽ മെമ്പറായാൽ കുത്തുബിയത്ത് നടക്കുന്ന പള്ളികളിൽ നിന്ന് കുത്തുബിയത്ത് നീക്കം ചെയ്യും കേട്ടോ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം നൽകിയ റബീഉൽ അവ്വൽ ലോകത്തിന് അനുഗ്രഹമായി വന്ന പ്രവാചകനല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ, ജീവജാലങ്ങളിൽ ഏറ്റവും ഉന്നതനല്ലേ, ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണഭൂതനല്ലേ, ആ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ അങ്ങ് വന്നാൽ മുഅ്മിനീങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. പടച്ചവനെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യും. അല്ലാഹ് പള്ളികളിൽ മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ചൊല്ലും. അവിടുന്ന് എല്ലാ ഭക്ഷണങ്ങളും കൊടുക്കും, ബിരിയാണി കൊടുക്കും, ഘോഷയാത്ര നടത്തും, അനുസ്മരണ നടത്തും, ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്ന മാർഗത്തിലൂടെയുള്ള എല്ലാ പരിപാടിയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കൾ ആ മഹല്ലിൽ നടത്തുമ്പോൾ മുജാഹിദുകൾ എന്താണ് ചെയ്യാറ്? അവൻ വാതിലടച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടും. ഒരാഴ്ചക്ക് പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത മുജാഹിദും ഉണ്ട്. നാട് വിട്ടു പോയ മുജാഹിദും ഉണ്ട്. എന്തിനാണ് അവർ വാതിലടച്ച് നാട്ടിൽ നിന്ന് പോയതെന്നറിയുമോ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 കടന്നു വന്നപ്പോൾ മുഅ്മിനീങ്ങളുടെ ആഘോഷം കാണാൻ അവരെ മനസ്സവരെ അനുവദിക്കുന്നില്ല. ഈ കൂട്ടരെ നിങ്ങൾ മഹല്ലിന്റെ മെമ്പറാക്കല്ല. ഇനിയും ഒരുപാട് വ്യത്യാസങ്ങൾ പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്ത മറ്റൊരു ദിവസം ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ഇനി ഔലിയാക്കന്മാർക്ക് കുറച്ച് ഫാത്തിഹ ഓതേണ്ടതുണ്ട്. ഇലാ ഹളറത്തി സിയം വലില്ലാഹിൽ മടവൂരി, മടവൂരിൻ്റെ ഹളറത്തിലേക്കും അവിടുത്തെ ഉപ്പയുടെ ഹളറത്തിലേക്കും അവിടുത്തെ ഷെയ്ഖിൻ്റെ ഹളറത്തിലേക്കും അവിടുന്ന് ജന്മം നൽകിയ ഉമ്മാന്റെ ഖബറിലേക്കും ഹദിയ ചെയ്ത് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى حضرة غوث الأعظم محي الدين شيخ عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى حضرة منبرة تنغلوبابا عند حضرة لك الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم
ولا الضالين آمين إلى حضرة ولينقود عمر خالي رضي الله عنهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرة أجمير خواجہ معين الدين الجستي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرة أحمد بن الكبير الرفاعي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرة أولياء الله تعالى كلهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികളെ ഖബറിലേക്ക് അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرة حبيب مت محمد مصطفى صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله مبارك الله പേര് വിളിച്ചിട്ട് എല്ലാവരും ആമീൻ പറഞ്ഞോളൂ. അല്ലാഹ് നിങ്ങൾ ഈ ചാനൽ എല്ലാവർക്കും എത്ര 50 ആൾ ഈ ചാനൽ കണ്ടാലേ ഇത് ലൈവാക്കി കിട്ടും. യൂട്യൂബിലാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൽ പൊരുത്തപ്പെട്ട ഒരു അമലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم
യാ ജാമിഅൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് വജ്മഅ ബൈന ഇൽമി വഇർഷാദി വഈമാനി വമാലി വമുലൂകി ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂലുഹു കുൻ ഫയകൂൻ اللهم يسر مرادي بحرمة هذا الدعاء المعظم اللهم قضِ حاجتي يا قاضي الحاجات بحق محمد صلى الله عليه وسلم يا الله 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 യാ അള്ളാഹ് വിളിക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ ഓരോരുത്തരുടെ ആഗ്രഹം എന്താ വെച്ചാൽ അത് മനസ്സിൽ കരുതി വിളിക്കണം. ഇൻഷാ അള്ളാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. യാ അള്ളാഹ് 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 യാ അള്ളാഹ്. എല്ലാവരും അള്ളാഹുവിൻ്റെ നാമമാണ് വിളിക്കുന്നത്. എല്ലാവരും ഒപ്പം ചൊല്ലിക്കോളി. യാ റഹ്മാനു യാ അള്ളാഹ് യാ റഹീമു യാ അള്ളാഹ് യാ മലിക്കു യാ അള്ളാഹ് യാ ഖുദ്ദൂസു യാ അള്ളാഹ് യാ സലാമു യാ അള്ളാഹ് യാ മുഅ്മിനു യാ അള്ളാഹ് യാ മുഹൈമിനു യാ അള്ളാഹ് യാ അസീസു യാ അള്ളാഹ് യാ ജബ്ബാറു യാ അള്ളാഹ് യാ മുതകബ്ബിറു യാ അള്ളാഹ് യാ ഖാലിഖു യാ അള്ളാഹ് യാ ബാരിഉ യാ അള്ളാഹ് യാ മുസവ്വിറു യാ അള്ളാഹ് യാ ഗഫാറു യാ അള്ളാഹ് യാ ഖഹാറു യാ അള്ളാഹ് യാ വഹാബു യാ അള്ളാഹ് യാ റസ്സാഖു യാ അള്ളാഹ് യാ ഫത്താഹു യാ അള്ളാഹ് യാ ഹലീമു യാ അള്ളാഹ് യാ ഖാബിദു യാ അള്ളാഹ് യാ ബാസിത്തു യാ അള്ളാഹ് യാ ഖാഫിദു യാ അള്ളാഹ് യാ റാഫിഉ യാ അള്ളാഹ് യാ മുഇസ്സു യാ അള്ളാഹ് യാ മുസില്ലു യാ അള്ളാഹ് യാ സമീഉ യാ അള്ളാഹ് യാ ബസീറു യാ അള്ളാഹ് യാ ഖബീറു യാ അള്ളാഹ് യാ അലീമു യാ അള്ളാഹ് യാ അളീമു യാ അള്ളാഹ് യാ ഗഫൂറു യാ അള്ളാഹ് യാ ശകൂറു യാ അള്ളാഹ് യാ അലിയ്യു യാ അള്ളാഹ് യാ കബീറു യാ അള്ളാഹ് യാ ഹഫീദു യാ അള്ളാഹ് യാ മുഖീതു യാ അള്ളാഹ് യാ ഹസീബു യാ അള്ളാഹ് യാ ജലീലു യാ അള്ളാഹ് യാ കരീമു യാ അള്ളാഹ് യാ റഖീബു യാ അള്ളാഹ് യാ മുജീബു യാ അള്ളാഹ് യാ വാസിഉ യാ അള്ളാഹ് യാ ഹകീമു യാ അള്ളാഹ് യാ വദൂദു യാ അള്ളാഹ് യാ മജീദു യാ അള്ളാഹ് യാ ബാഇസു യാ അള്ളാഹ് യാ ഷഹീദു യാ അള്ളാഹ് യാ ഹഖ്ഖു യാ അള്ളാഹ് യാ വക്കീലു യാ അള്ളാഹ് യാ ഖവിയ്യു യാ അള്ളാഹ് യാ മതീനു യാ അള്ളാഹ് യാ വലിയ്യു യാ അള്ളാഹ് യാ ഹമീദു യാ അള്ളാഹ് യാ മുഹ്സി യാ അള്ളാഹ്
يا مبدع يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا معيني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله برحمة الله المنان رب تمم بالخير والسعادة اللهم ادخلنا في زمرة الأولياء والمتقين اللهم لا تضيع دعائي بمحض فضلك يا كريم اللهم سلمني من آفات الدنيا وعذاب الآخرة برحمتك يا أرحم الراحمين الله ഇപ്പം നമ്മളിഞ്ഞേ താജ് സനാത്താണ് ചെല്ലുന്നത് ദ്വാരക്കാണ് താജ് സനാത്തിലേക്ക് എല്ലാവരും ആമി പറഞ്ഞോളി اللهم صل على سيدنا محمد صاحب التاج والمهراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش بلوح وقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر التجى صدر العلا نور الهدى كعف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله حاسمه وجبريل خادمه والبراق مركبه والمهراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة للعاشقين مراد المستاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب القاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا مولى الثقلين أبو القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المستاق من نور جماله صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد طب القلوب دوائها
وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ورسولك وصل على المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമുറാഹിമീനായ രാജരക്ഷിതാവായ ലോകത്തിൻ്റെ ഉടമസ്ഥനായ യജമാനനായ അല്ലാഹ്, ഞങ്ങൾ ഈ ചൊല്ലിയതും പറഞ്ഞതും നിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരെ മക്ബറയിൽ മഹാന്മാരുടെ റൂഹുകളിൽ മഹാന്മാരുടെ ദർബാറുകളിൽ ഞങ്ങൾ ഓതിയ ഫാത്തിഹന്റെ മിസ്ല സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു ബിദ്അത്തിന്റെ മക്കളാക്കല്ലേ അല്ലാഹ്. ഒരു മുജാഹിദുകാരനോ ജമാഅത്ത് ഇസ്ലാമിയോ പടച്ചവനെ ഒരു തബ്ലീഗുകാരനോ അല്ലാഹുവേ, ഒരു ഖാദിയാനിയോ ഒരു പുത്തൻവാദിയോ ഒരു കള്ളത്തരീഖത്തുകാരനോ ഒരു നിരീശ്വരവാദിയോ ഒരു യുക്തിവാദിയോ ആക്കാതെ ഞങ്ങളെ നീ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പൂർവികർ കാട്ടിത്തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്കും മക്കളെ മക്കൾക്കും മക്കളെ പരമ്പരകൾക്കും അതിന് നീ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്. അവരൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഉയർന്ന ഭാഗങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്നവരാണ്. നല്ല വിവരം നൽകണേ അല്ലാഹ്. +1 +2 SSLC ഒക്കെ പഠിക്കുന്ന പൊന്നോമന മക്കളുണ്ട്. എല്ലാം A+ കരസ്ഥമാക്കാൻ ഉതകുന്ന പഠിത്തം നൽകണേ അല്ലാഹ്. കണ്ണേറില്ലാതെ അല്ലാഹ് മക്കളെ പഠിത്തത്തിന് അസൂയ വെക്കാതെ നല്ല റാഹത്തായി പഠിക്കാൻ സ്കൂളുകളിലേക്കും കോളേജുകളിലൊക്കെ പോയി റാഹത്തായി മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ മാതാപിതാക്കൾക്ക് മക്കളും കോളേജിൽ പോയാൽ സമാധാനമില്ല. ആ മക്കൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നതെന്ന വിഷമത്തിലാണ്. അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ്. ആ മക്കളെ നിന്റെ സംരക്ഷണത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പൊന്നോമന മക്കൾ വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോയിട്ടുണ്ട്. പ്രവാസി മക്കൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ഭൂകമ്പങ്ങളിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് തീയിൽ നിന്ന് അല്ലാഹ് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ നീ കാക്കണേ അല്ലാഹ്. നാടിൻ്റെ പല ഭാഗങ്ങളിലും ഭൂകമ്പത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. റബ്ബായ നിന്നോട് ഞങ്ങൾ കാവല് തേടുന്നു അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പൊന്നോമന മക്കൾ വീടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ വിജയിപ്പിക്കണേ അല്ലാഹ്. ഒരു വീടിന്റെ സ്വപ്നം അവർക്ക് യഥാർത്ഥമാക്കി കൊടുക്കണേ അല്ലാഹ്.
വീടിൻ്റെ പണി തുടങ്ങി വെച്ച പൊന്നോമന മക്കളുണ്ട് റബ്ബേ. വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട് അല്ലാ. വീടിൻ്റെ പണി പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. കിബറിൽ നിന്ന് കാക്കണേ അല്ലാ. കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാ. അസൂയാലുക്കളെ അസൂയയിൽ നിന്ന് കാക്കണേ അല്ലാ. കിബറന്മാരെ കിബറിൽ നിന്ന് കാക്കണേ അല്ലാ. എത്ര വലിയ ശത്രുവാണെങ്കിലും ഞങ്ങളെ മുന്നിൽ നീ നിസ്സാരനാക്കണേ അല്ലാ. റബ്ബേ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ വിജയം നൽകണേ അല്ലാ. ശൈഖുനാക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ അല്ലാ. അവിടുത്തെ മുഖം കാണാൻ ഒരുപാട് കാലം അവിടുത്തേക്ക് ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് നൽകണേ അല്ലാ. പലവരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവരുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ. റബ്ബേ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. റബ്ബേ, രക്ഷപ്പെടുത്തി തരണേ അല്ലാ. രക്ഷപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ, അവസാനം ഹാക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഒരു വെള്ളിയാഴ്ച രാവിലോ ഒരു വെള്ളിയാഴ്ച പകലോ ഈ ലോകത്തോട് വിടവാങ്ങാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മുത്ത് റസൂലുള്ളാഹിന്റെ ഹളറത്തൊന്ന് കാട്ടിത്തരണേ അല്ലാ. അജറുൽ അസ്വദ് മതി വരുവോളം മുത്തി മണക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, കൂട്ടുകുടുംബാദികൾ ഖബറിലാണ്. സ്വർഗം നൽകണേ അല്ലാ. അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും ഇത് ഷെയർ ചെയ്യണേ. എല്ലാവരും സൺറൈസ് ചെയ്യണേ. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണേ. 50 ആളുണ്ടെങ്കിലേ ഈ പരിപാടി ലൈവാക്കി കിട്ടുള്ളൂ. അവിടെ ഒരു 50 ആളെങ്ങൾ എങ്ങനെയും ഉണ്ടാക്കി തരണേ. അസ്സലാമു അലൈക്കും.